9ാം വയസ്സിൽ വീട്ടുകാരറിയാതെ ഒളിച്ചോട്ടം. 75 പൈസ ദിവസക്കൂലിയിൽ ഹോട്ടലിൽ തൂപ്പുകാരനായി പണി തുടങ്ങിയ മലപ്പുറംകാരൻ ഇന്ന് ശതകോടീശ്വരൻ. 17 ഭാഷകൾ സംസാരിക്കുന്ന പഴയ 3ാം ക്ലാസ്സുകാരന്റെ ബിസിനസ് സാമ്രാജ്യം 126 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പോളണ്ട് മൂസ ഹാജിയുടെ ജീവിതം ബിസിനസ്സിൽ വിജയം നേടാൻ കൊതിക്കുന്ന യുവതലമുറയ്ക്ക് ആവേശം പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിറ്റേന്ന് ഞാൻ ഉമ്മൻ്റെ തുണിൻ്റെ തലപ്പെന്ന് കെട്ടിയേക്കുന്ന പൈസ, അന്നൊക്കെ ഈ വയസ്സുള്ള സ്ത്രീകൾ തുണിൻ്റെ തലപ്പത്താണ് പൈസ കെട്ടിയേക്കുക. അത് എടുത്തിട്ട് ഞാൻ പോയതാണ്. 3 നേരം ഭക്ഷണം കിട്ടാതായപ്പോൾ മാതാപിതാക്കളോട് പരിഭവം പറയാൻ നിൽക്കാതെ 9 വയസ്സുകാരൻ മൂസ മലപ്പുറത്ത് നിന്നും മൈസൂരിലേക്ക് ഒളിച്ചോടി. ഹോട്ടലിൽ തൂപ്പുകാരനായും വിറകുവെട്ടിയും 75 പൈസ ദിവസക്കൂലിയിൽ തൊഴിലെടുത്ത് ജീവിതം തുടങ്ങി. തെരുവിൽ അന്തിയുറങ്ങിയ പയ്യനിന്ന് അവന്റെ വിശപ്പ് മാത്രമല്ല, തന്റെ കീഴിൽ തൊഴിലെടുക്കുന്ന 1100-ലേറെ കുടുംബങ്ങളുടെ അന്നദാതാവ് കൂടിയാണ്. കച്ചവടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശതകോടീശ്വരൻ. എന്തിനും ഒരു ഹാർഡ് വർക്കിനുള്ള മനസ്സാൻ നിങ്ങൾക്ക് വേണം. ഹാർഡ് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ പഠിച്ച ആ ഒരു കാരണം നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിക്കൊള്ളുന്നില്ല. സ്കൂൾ പഠിപ്പ് വേണ്ടെന്ന്, സ്കൂൾ പഠിപ്പില്ലാത്തത് കാരണം കരഞ്ഞ ആളാണ് ഞാൻ. കണ്ണീരോടെ കരഞ്ഞിട്ട് പിന്നെ ഇറങ്ങി പോന്നിട്ടുണ്ട് ചില സ്ഥലത്ത് നിന്ന്. നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണം. അവിടെ എത്തുമെന്നുള്ളൊരു ഇതിൻ്റെ ഒരു അച്ചക്കോടുകൂടി നിങ്ങൾ ചെയ്താലേ ഇവിടെ പറ്റില്ല. കോൺഫിഡൻസ് വേണം. യെസ്, ഐ വിൽ റീച്ച് ദെയർ. 18 തികയാൻ കാത്തിരുന്ന മൂസ 1977 മുംബൈയിൽ നിന്നും കപ്പൽ മാർഗം ദുബായിലെത്തി. അറബി വീട്ടിൽ വേലക്കാരനായി പ്രവാസ ജീവിതം തുടങ്ങി. മാസ ശമ്പളം അന്നത്തെ 150 ദിർഹംസ്. പിന്നീട് തുന്നൽക്കാരനായും ട്രക്ക് ഡ്രൈവറായും സെയിൽസ്മാനായും ചെരുപ്പ് കടയിൽ തൊഴിലെടുത്തും മണലാരണ്യത്തിൽ പല വേഷങ്ങളിൽ അലഞ്ഞു. കണ്ടിന്യൂ ആയിട്ട് 20-21 മണിക്കൂർ നേരം 13-14 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഭാഷയിൽ പറയുമ്പോൾ ബിസിനസ് ഒരു ട്രാക്കമ്മ കയറുക എന്ന് പറയില്ലേ, ആ ട്രാക്കമ്മ കയറാൻ വേണ്ടി. അന്നത്തെ ജപ്പത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ. അന്ന് പിന്നെ ഒരു പെരുന്നാളില്ല, ഒരു ന്യൂ ഇയർ ഇല്ല, ഒരു ക്രിസ്മസ് ഇല്ല. 365 ഡേയ്സ് ഒരു കൊല്ലത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. 1987 റെഡിമെയ്ഡ് ഗാർമെന്റ് ബിസിനസ്സിലൂടെ സുഹൃത്തുക്കളുമായി ചേർന്ന് സ്വന്തം സംരംഭത്തിന് തുടക്കം കുറിച്ചു. തുടർന്നാളുകൾ വ്യാപാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള പ്രയാണമായിരുന്നു. 88 കാലഘട്ടത്തിൽ പോളണ്ടിലും മൂസ ബിസിനസ്സിൽ വ്യാപൃതനായി. മാഫിയകളുടെ ഭീഷണികളെ പോലും വകവയ്ക്കാതെ ധൈര്യസമേതം അദ്ദേഹം അവിടെയും വെന്നിക്കൊടി നാട്ടി. അതോടെ മൂസ പോളണ്ട് മൂസയായി. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പോളണ്ട് മൂസ എന്ന് പറഞ്ഞാൽ അന്ന് ആ കോൺഫിഡൻസ്, ഞാൻ പോളണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് തിരിച്ച് വരുന്നുള്ളൊരു ഉദ്ദേശവുമില്ല. തിരിച്ച് വന്നാൽ നമുക്ക് കാണാം. അന്ന് അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു മനുഷ്യരെ കാണാത്ത ഒരു സ്വഭാവമായിരിക്കും. ചോദിച്ചാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരാനുണ്ടാവില്ല അഥവാ ചോദിച്ചാൽ. ഒരു കാലത്ത് ഇംഗ്ലീഷിൽ പേര് ചോദിച്ചാൽ പോലും പകച്ചു നിന്ന പഴയ 3ാം ക്ലാസ്സുകാരൻ 15 ഭാഷകൾ വെള്ളം പോലെ 75 പൈസ ദിവസക്കൂലിക്ക് തൊഴിലെടുത്തു തുടങ്ങിയവന്റെ കീഴിൽ ഇന്ന് പ്രതിമാസം 35 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമുണ്ട്. 90 രാജ്യങ്ങളിൽ ഇതിനകം യാത്രകൾ നടത്തിക്കഴിഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് മാർക്കറ്റ് വിലയിരുത്തി അവിടേക്കാവശ്യമായ ഉൽപ്പന്നം എന്തെന്ന് മനസ്സിലാക്കി യുദ്ധകാല അടിസ്ഥാനത്തിലെത്തിച്ച ഈ കച്ചവടക്കാരന്റെ വേഗത പുതുതലമുറയ്ക്ക് പാഠപുസ്തകം കൂടിയാണ്. അത് ഇപ്പോൾ തന്നെ കസ്റ്റമറായിട്ട് ഇടപഴകിയിട്ടുള്ള പരിചയമാണ്. അല്ലാതെ ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. ഞാൻ സ്കൂളിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു, ഞാൻ മലയാളം എഴുതാനും വായിക്കാനും വരെ എനിക്കറിയില്ല. എനിക്ക് ABCD എന്നുള്ള ഭാഷ ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. 1.5 ലക്ഷം ദിർഹംസ് വരെ മാസത്തിൽ ശമ്പളം മേടിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത്. പക്ഷെ അവരും സംശയം ചെറിയ ക്ലിയർ ചെയ്ത് കൊടുക്കില്ല. ഞാൻ ഇത് എങ്ങനെ ചെയ്യണം, ഒരു മെയിൽ വന്ന് എന്താ ആൻസർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കണക്കിൽ തെറ്റിയത് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുക. 2004 ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിന് തുടക്കമിടുന്നത്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂം രംഗത്ത് ലോക മാർക്കറ്റിലെ തന്നെ ബ്രാൻഡായി ഫ്രാഗ്രൻസ് വേൾഡ് മാറി. 126 രാജ്യങ്ങളിലായി 4000-ഓളം ഉൽപ്പന്നങ്ങളുമായി ആ വളാഞ്ചേരിക്കാരന്റെ കമ്പനി പടർന്നു പന്തലിച്ചു. 87 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ ചെറിയ, ഞങ്ങൾ 3 പാർട്ണർമാരും കൂടി വളരെ ചെറിയ എമൗണ്ട് ഞങ്ങൾ
ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അന്ന് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കാലക്രമേണ ഞങ്ങൾ വലുതായി. പിന്നെ ഒരു 17 വർഷത്തിന് ശേഷം ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞത്. ഏകദേശം 126 രാജ്യങ്ങൾക്ക് ഞങ്ങളെ പ്രൊഡക്റ്റ് കയറ്റി അയക്കുന്നുണ്ട്. ബിസിനസ് വളർച്ചയോടൊപ്പം സഹജീവികളെ ചേർത്ത് പിടിച്ചവൻ. തന്റെ നാട്ടിലെ നിർധന കുടുംബങ്ങൾക്ക് ജാതിമത പരിഗണനകളില്ലാതെ സഹായമെത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിച്ചത് റോൾ മോഡലായ ഉമ്മയും. എൻ്റെ ഉമ്മ തന്നെയായിരുന്നു. പോയി അതന്നെ, എല്ലാം ഉമ്മയായിരുന്നു. അതിൽ ഒരു ഇതുമില്ല. എനിക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളുടെ എല്ലാ ഇതിലും 5 നേരം ഞങ്ങൾ കാര്യത്തിൽ കൂടുമ്പോൾ ആ പ്രാർത്ഥന ഒന്നും ഞങ്ങൾ എത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു ചിന്തിക്കുമെന്ന് മൂസ ഹാജി ആലോചിക്കാറേയില്ല. സ്വയം കണ്ടെത്തിയ അറിവുകൾ സ്വാംശീകരിച്ച് അനുഭവങ്ങളുടെ മണ്ഡലത്തിലൂടെ വളർച്ചയുടെ പടവുകൾ വെട്ടിക്കയറിയ ബിസിനസ് നക്ഷത്രമാണ് പോളൻ മൂസ ഹാജി.